ഹായ് മക്കളെ, എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുകയാണ്. 2024 നിങ്ങളുടെ ജീവിതത്തിലെ ഗംഭീരമായ വർഷമാവട്ടെ. +2 എക്സാമിനേഷനൊക്കെ എഴുതി എൻട്രൻസ് എക്സാമിനേഷനും ക്രാക്ക് ചെയ്ത് 2024 സകല ഭാഗ്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുതരട്ടെ എന്ന് ആശംസിക്കുകയാണ്. +2 എക്സാമിനേഷനുള്ള എല്ലാ തയ്യാറെടുപ്പും നിങ്ങൾ ഗംഭീരമായി നടത്തുന്നുണ്ടാവും. മാരത്തോണുകളെല്ലാമായി സൈലവും നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും. അതിലേക്ക് ഞാൻ ഇപ്പോൾ വരുന്നില്ല. ഞാൻ നേരെ വരുന്നത് ക്രാഷ് പ്രോഗ്രാമിലേക്കാണ്. നീറ്റ് എക്സാമിനേഷന് തൊട്ടു മുമ്പേ സൈലം ക്രാഷ് പ്രോഗ്രാമുമായി നിങ്ങളുടെ നാട്ടിലേക്ക് വരികയാണ്. ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, കുറേ ചാപ്റ്ററുകൾ കട്ട് ഷോട്ട് ചെയ്ത് പോയതിന് ശേഷം നടക്കുന്ന നീറ്റ് എക്സാമിനേഷൻ, ആദ്യത്തെ നീറ്റ് എക്സാമിനേഷൻ എന്നതാണ്. സോ ഏറ്റവും കുറഞ്ഞ ചാപ്റ്ററുകൾ പഠിച്ച് നീറ്റ് എഴുതാൻ കഴിയുന്ന ആദ്യത്തെ വർഷം ഈ വർഷമായിരിക്കും. സോ അതിൻ്റെ ബെനിഫിറ്റ് മുഴുവനും ഈ ക്രാഷ് പ്രോഗ്രാമിനാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഒരു ക്രാഷ് പ്രോഗ്രാമിനും ഇല്ലാത്ത റിലാക്സേഷനാണ് ഈ വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ അതങ്ങനെ ചുമ്മാ റിലാക്സ് ചെയ്ത് കളഞ്ഞാൽ പോരാ. ഏറ്റവും സിസ്റ്റമാറ്റിക്കായി തയ്യാറാക്കിയ ഒരു ടൈം ടേബിളിലൂടെ നിങ്ങൾ കടന്നുപോയാൽ മാത്രമേ നീറ്റ് ക്രാക്ക് ചെയ്യാൻ മിനിമം സമയം കൊണ്ട് നിങ്ങൾക്ക് കഴിയൂ. അതിന് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഏക പ്ലാറ്റ്ഫോം സൈലമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട. കഴിഞ്ഞ വർഷത്തെ ക്രാഷ് പ്രോഗ്രാമും ആ അർത്ഥത്തിൽ എല്ലാവരും കൈയടിച്ച ക്രാഷ് പ്രോഗ്രാം ആയിരുന്നു. ഏറ്റവും കൂടുതൽ കുട്ടികൾ നീറ്റ് ക്രാഷിലൂടെ ക്രാക്ക് ചെയ്ത പ്രോഗ്രാമായിരുന്നു. സോ ആ പ്രോഗ്രാമുമായി നിങ്ങളുടെ നാട്ടിലേക്ക് അതിൻ്റെ ആത്മവിശ്വാസത്തോടുകൂടെ സൈലം വീണ്ടും വരികയാണ്. സൈലത്തിൻ്റെ എല്ലാ ടെക്നോളജിയുമുള്ള ക്ലാസ് മുറി നിങ്ങളുടെ നാട്ടിൽ വരികയാണ്. സൈലത്തിൻ്റെ നമ്പർ 1 ഫാക്കൽറ്റീസ് എല്ലാവരും നിങ്ങളുടെ നാട്ടിലേക്ക് വരികയാണ്. ഈ ക്രാഷ് പ്രോഗ്രാമിന് വേണ്ടി തയ്യാറാക്കിയ, നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് മുതൽ മെയ് 5-ാം തീയതി നീറ്റ് എഴുതുന്നത് വരെയുള്ള ഓരോ ദിവസവും എങ്ങനെ കടന്നു പോകണമെന്ന് ഒരു മിനിമം ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി അങ്ങനെ എല്ലാത്തിനെയും മിനിമലായി ഓരോ ദിവസവും പഠിച്ച് ഒരു മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം ആ മൊഡ്യൂളിൻ്റെ പരീക്ഷയും എഴുതി, മൊത്തം മൊഡ്യൂളുകൾക്ക് ശേഷം നീറ്റിൻ്റെ മോഡൽ പരീക്ഷയും എഴുതി എങ്ങനെ നീറ്റ് എക്സാമിനേഷൻ ട്രാക്ക് ചെയ്യാം എന്നറിഞ്ഞ് തയ്യാറാക്കിയ ടൈം ടേബിളാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ടൈം ടേബിൾ ആദ്യമേ തന്നിട്ടാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സൈലം ഇൻവൈറ്റ് ചെയ്യുക. ഞാൻ എന്തിനാണ് വരുന്നതെന്ന് അറിയാതെ സൈലത്തിൻ്റെ ക്ലാസ് മുറിയിൽ വന്നിരിക്കേണ്ട അവസ്ഥ ഒരു കുട്ടിക്കും ഉണ്ടാവില്ല. ഇനഫ് നമ്പർ ഓഫ് പരീക്ഷകൾ ഉണ്ടാവും. എല്ലാ ദിവസവും എക്സാമുകൾ ഉണ്ടാവും. ഈ പരീക്ഷകളൊക്കെ എഴുതി ഞാൻ എക്സാം എഴുതാൻ ക്യാപ്പബിൾ ആണ് എന്ന കോൺഫിഡൻസോടുകൂടെ നീറ്റ് എഴുതാൻ കഴിയുന്ന സാഹചര്യം നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് നീറ്റ് എക്സാമിനേഷൻ എങ്ങനെ മിനിമം സമയം കൊണ്ട് എഴുതാം എന്നറിഞ്ഞ് തയ്യാറാക്കിയ ക്രാഷിൻ്റെ സ്റ്റഡി മെറ്റീരിയലുകൾ, മൈൻഡ് മാപ്പ് പോലെയുള്ള എക്സ്ക്ലൂസീവ് സ്റ്റഡി മെറ്റീരിയലുകൾ സൈലം ക്രാഷ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ എല്ലാവരും ഉടൻ തന്നെ ക്രാഷ് പ്രോഗ്രാമിന് സീറ്റ് ബുക്ക് ചെയ്ത് വെക്കണം. മിനിമം സീറ്റുകളെ ഉണ്ടാവൂ. നിറഞ്ഞുപോയി എന്ന് സങ്കടം പറയരുത്. അതുകൊണ്ടാണ് ഞാനിത് ആദ്യമേ പറയുന്നത്. എവിടെയൊക്കെയാണ് ക്രാഷ് പ്രോഗ്രാം വരുന്നത് എന്ന് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. നമുക്ക് കാസർഗോഡ് നിന്ന് തുടങ്ങാം. ഒരറ്റത്ത് നിന്ന് അങ്ങേയറ്റം വരെ നമുക്കങ്ങ് പോകാൻ, ട്രിവാൻഡ്രം വരെ. കാസർഗോഡ് ജില്ലയിലെ ക്രാഷ് പ്രോഗ്രാം എവിടെയായിരിക്കണമെന്ന ചോദ്യത്തിന് ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഉത്തരവുണ്ടാവും. എല്ലാവർക്കും കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരാൻ കഴിയുന്ന ഒരു സെൻട്രൽ പോയിന്റ് എന്ന രീതിയിൽ കാഞ്ഞങ്ങാടാണ് സൈലത്തിൻ്റെ ക്രാഷ് പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. സോ കാസർഗോഡ് ജില്ലക്കാരെ തേടി സൈലം അങ്ങോട്ട് വരികയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് വേറെ ഭാഗങ്ങളിലേക്ക് പോവേണ്ട. നിങ്ങളുടെ നാട്ടിൽ ഈ ക്രാഷ് പ്രോഗ്രാമിന് സൈലമുണ്ട്. കാഞ്ഞങ്ങാട് ടൗണിലാണ് നമ്മളുടെ ക്രാഷ് പ്രോഗ്രാം വരിക. കാഞ്ഞങ്ങാട് ടൗണിലുള്ള ക്രാഷ് പ്രോഗ്രാമിന് കാസർഗോഡ് ജില്ലക്കാർ വന്നാൽ മതി. അടുത്ത ജില്ലക്ക് അടുത്ത സെന്റർ ഉണ്ട്, ഞാൻ അതിലേക്ക് വരും. സോ കാസർഗോഡ് ജില്ലക്കാർക്ക് വേണ്ടിയുള്ള ഫോൺ നമ്പർ ഇവിടെ തരുന്നുണ്ട്. ഈ ഫോൺ നമ്പറിൽ വിളിച്ച് സീറ്റ് ഉറപ്പുവരുത്തണം. കാഞ്ഞങ്ങാട് മിനിമം സീറ്റ് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയില്ല. സോ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അപ്പം കാസർഗോഡ് ജില്ലക്കാർ ഹാപ്പി ആയല്ലോ. ഇനി ഞാൻ കാസർഗോഡ് നിന്ന് തൊട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് കണ്ണൂർ ജില്ലയിലേക്ക്. കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് പോലെ തന്നെ കണ്ണൂർ ജില്ല ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. കണ്ണൂർ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വന്നെത്താവുന്ന ഒരു സെൻട്രൽ പോയിന്റ് എന്ന രീതിയിൽ തലശ്ശേരി ടൗണിലാണ് ക്രാഷ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂരിൻ്റെ അങ്ങേയറ്റത്തുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കാഞ്ഞങ്ങാട്ടേക്കും പോവാം. അതുകൊണ്ട് കണ്ണൂരിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾക്ക് വരാവുന്ന സ്ഥലം എന്ന രീതിയിലാണ് തലശ്ശേരി ടൗണിനെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോ കണ്ണൂർ ജില്ലക്കാർ തലശ്ശേരിയിൽ വരിക. തലശ്ശേരിയിൽ സീറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പർ വേറെ ഫോൺ നമ്പറാണ്, കാഞ്ഞങ്ങാട്ടെ നമ്പറല്ല. ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഈ നമ്പറിൽ വിളിച്ച് തലശ്ശേരിയിലെ സീറ്റ് നിങ്ങൾ ഉറപ്പുവരുത്തണം. സോ കാസർഗോഡ് കഴിഞ്ഞു, കണ്ണൂർ കഴിഞ്ഞു, നമ്മളിങ്ങ് കോഴിക്കോട്
കോഴിക്കോട്ട് ഇറങ്ങുകയാണ്. കോഴിക്കോട്ടുകാർക്ക് ഉറപ്പാണ് കോഴിക്കോട് ടൗണിലേക്കാണ് എന്തായാലും വരേണ്ടി വരിക. കോഴിക്കോട്ട് ടൗണിലേക്ക് നിങ്ങൾ വരണം. കോഴിക്കോട്ട് അഡ്മിഷൻ എടുക്കാനുള്ള നമ്പർ പുതിയ നമ്പറാണ്. ഈ നമ്പറിൽ വിളിച്ചാണ് നിങ്ങൾ കോഴിക്കോട്ടെ സീറ്റ് ഉറപ്പുവരുത്തേണ്ടത്. കോഴിക്കോട് ജില്ല കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറവും നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. മലപ്പുറത്തിന്റെ ഒരു സെൻട്രൽ പോയിന്റ്, എല്ലാവർക്കും ബസ് ആക്സസ് ഒക്കെ ഉള്ള വന്നെത്താവുന്ന സ്ഥലം എന്ന രീതിയിൽ പെരിന്തൽമണ്ണ ടൗണിനെയാണ് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ ഈ വർഷം തെരഞ്ഞെടുത്തിരിക്കുന്നത്. പെരിന്തൽമണ്ണ ടൗണിലാണ് മലപ്പുറം ക്രാഷ് പ്രോഗ്രാം നടക്കുന്നത്. പെരിന്തൽമണ്ണയിൽ അഡ്മിഷൻ എടുക്കേണ്ട നമ്പർ ഈ നമ്പറാണ്. ഇതിലേക്ക് വിളിച്ചു വേണം മലപ്പുറം ജില്ലക്കാർ അഡ്മിഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി. അവിടെ നമ്മൾ നേരെ അങ്ങ് പോകുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട് ക്രാഷ് നടക്കുന്നത് പാലക്കാട് ടൗണിൽ തന്നെയാണ്. പാലക്കാട് ടൗണിലുള്ള ആളുകൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. പാലക്കാട്ടിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്ക് പാലക്കാട് ടൗണിലേക്ക് വരാൻ വേണ്ടി പറ്റും, എനിക്കറിയാം. സോ പാലക്കാട് ക്രാഷ് പ്രോഗ്രാമിന് അഡ്മിഷൻ എളുപ്പം എടുക്കണം. അവിടെയും സീറ്റുകളുടെ എണ്ണം തീരെ കുറവായിരിക്കും. പാലക്കാട്ട് നിന്ന് നമുക്ക് തൃശ്ശൂർക്കാണ് വരേണ്ടത്. കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ സൈലത്തിന്റെ ക്യാമ്പസുകൾ ഓൾറെഡി ഉള്ള സ്ഥലങ്ങളാണ്. തൃശ്ശൂരും ക്രാഷ് പ്രോഗ്രാം നടക്കുന്നത് തൃശ്ശൂർ ടൗണിൽ തന്നെയാണ്. തൃശ്ശൂർ ടൗണിലെ നമ്പറും തരുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ച് തൃശ്ശൂർ ജില്ലയിലെ ക്രാഷ് പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കുക. അവിടെ നമുക്ക് നേരെ പോവേണ്ടത് എറണാകുളത്തേക്കാണ്. എറണാകുളം ടൗൺ തന്നെയാണ്, സംശയമില്ല. പാലക്കാട് ടൗൺ ആണ്, തൃശ്ശൂർ ടൗൺ ആണ്, എറണാകുളം ടൗൺ ആണ്. എറണാകുളം ടൗണിലെ ക്രാഷ് സെന്ററിന്റെ നമ്പർ തരുന്നുണ്ട്. എറണാകുളം ജില്ലക്കാരെല്ലാവരും ഈ നമ്പറിൽ വിളിച്ചാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അവിടെ നമുക്ക് പോകാനുള്ളത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിലെ ക്രാഷ് നടക്കുന്നതും ആലപ്പുഴ ടൗണിൽ തന്നെയാണ്. ആലപ്പുഴ ടൗണിലെ നമ്പറും ഇവിടെ തരുന്നുണ്ട്. ആലപ്പുഴ ജില്ലയുടെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്ക് ആലപ്പുഴ ടൗണിലേക്ക് വരാൻ കഴിയും, എനിക്കറിയാം. സോ ആലപ്പുഴ ടൗണിലേക്ക് നിങ്ങൾ എല്ലാവരും വരണം. നമ്പർ ഇവിടെ ഉണ്ട്. അവിടെ നമുക്ക് പോകാനുള്ളത് കോട്ടയത്തേക്കാണ്. കോട്ടയം ടൗണിൽ തന്നെയാണ് ക്രാഷ് നടക്കുന്നത്. കോഴിക്കോട്ടും തൃശ്ശൂരും കഴിഞ്ഞാൽ സൈലത്തിന്റെ ക്യാമ്പസ് ഉള്ള സ്ഥലമാണ് കോട്ടയം എന്ന് പറയുന്നത്. ഞാൻ ഈ സ്ഥലങ്ങൾ എണ്ണി പറയാൻ കാരണം ഇവിടെയൊക്കെയുള്ള ക്രാഷ് സീറ്റിന് ഓൾറെഡി വലിയ ബുക്കിംഗ് ആണ്. കോട്ടയത്തെ സീറ്റുകളൊക്കെ ഏതാണ്ട് ഫില്ലാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. അതുകൊണ്ട് കോട്ടയത്തെ നമ്പർ ഇവിടെ ഉണ്ട്. കോട്ടയം ടൗണിലാണ്. എല്ലാവരും ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം. സോ കോട്ടയംകാരെ കോട്ടയം ടൗണിലെ സൈലം ക്രാഷ് സെന്ററിൽ നമുക്ക് കാണാം. ഇനി പോവേണ്ടത് നമുക്ക് കൊല്ലം, ട്രിവാൻഡ്രം, പത്തനംതിട്ട ഭാഗങ്ങളിലേക്കാണ്. പത്തനംതിട്ടയിലെ ക്രാഷ് പ്രോഗ്രാം നടക്കുന്നത് തിരുവല്ല ടൗണിലാണ്. പത്തനംതിട്ട ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്ന് ആളുകൾക്ക് വരാവുന്ന രീതിയിലാണ് തിരുവല്ല ടൗണിനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. തിരുവല്ല ടൗണിലേക്ക് ആദ്യമായാണ് സൈലം ക്രാഷ് പ്രോഗ്രാമുമായി വരുന്നത്. കഴിഞ്ഞ വർഷം ക്രാഷ് പ്രോഗ്രാം ഇല്ലാത്ത ഒരുപാടേറെ പാരൻസിന്റെ അഭ്യർത്ഥന കൊണ്ട് പുതുതായി ക്രാഷ് നടത്താൻ നമ്മൾ തെരഞ്ഞെടുത്ത സ്ഥലമാണ് തിരുവല്ല ടൗൺ, പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. സോ പത്തനംതിട്ട ജില്ലക്കാരെ നമുക്ക് തിരുവല്ലയിൽ കാണാം. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് കൊല്ലത്തേക്ക് വരണം. കഴിഞ്ഞ പ്രാവശ്യം ആളുകൾ വന്ന് നിറഞ്ഞ് അഡ്മിഷൻ ക്ലോസ് ചെയ്ത് വലിയ ക്യൂവും കുട്ടികളുടെ കരച്ചിലും ഒക്കെ കണ്ട ജില്ലകളിൽ ഒന്നാണ് കൊല്ലം എന്ന് പറയുന്നത്. കൊല്ലം ടൗണിലാണ് ഈ വർഷം ക്രാഷ് പ്രോഗ്രാമുമായി സൈലം വരുന്നത്. സോ നേരത്തെ സീറ്റ് ബുക്ക് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം കരഞ്ഞ അവസ്ഥ കൊല്ലംകാരുണ്ടാക്കരുത്. നമ്പർ ഇവിടെ തരുന്നുണ്ട്. സോ കൊല്ലം ടൗണിലെ ക്രാഷ് സെന്ററിലെ സീറ്റ് ഉറപ്പുവരുത്തുക. തിരുവനന്തപുരത്തേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, തിരുവനന്തപുരത്ത് വലിയ ബുക്കിംഗ് ഓൾറെഡി ആയിക്കഴിഞ്ഞു എന്ന്. സൈലത്തിന്റെ വലിയ ക്യാമ്പസ് ഉള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരം ടൗണിൽ ക്രാഷ് പ്രോഗ്രാം നടക്കുന്നു. തിരുവനന്തപുരത്തെ നമ്പറും ഇവിടെ തന്നിട്ടുണ്ട്. സോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ക്രാഷ് സെന്ററുകളുടെയും നമ്പർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് നമ്പർ തന്നത് സൈലത്തിന്റെ കോമൺ നമ്പറിലേക്ക് ക്രാഷിന് വേണ്ടി നിരന്തരമായി കോള് വന്ന് ഇരിക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥയാണ്. ഓരോ ജില്ലക്കാർക്കും എക്സ്ക്ലൂസീവായി അതത് ജില്ലയുടെ ക്രാഷ് പ്രോഗ്രാമിൽ ബുക്ക് ചെയ്യാൻ ഇത് എളുപ്പമാണ് എന്നതുകൊണ്ടാണ് ഇത് തന്നിരിക്കുന്നത്. +2 എക്സാമിനേഷന് ഒരുപാട് മുമ്പേ ഇത്ര നേരത്തെ എന്തിനാണ് ക്രാഷ് അനൗൺസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ക്രാഷ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ക്രാഷ് ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്ത് ക്രാഷിന് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ വന്ന് എന്തേ ഞങ്ങളോട് പറയാഞ്ഞത് എന്ന് നിങ്ങൾ സങ്കടം പറയും എന്നതുകൊണ്ടാണ് ആദ്യമേ നിങ്ങളിത് ഓർമ്മിപ്പിക്കുന്നത്. സോ നമുക്ക് ക്രാഷ് പ്രോഗ്രാമിനെ കാണാം. നിങ്ങളെല്ലാവരെയും ഞങ്ങൾക്ക് കാണേണ്ടതുണ്ട്. എല്ലാ ക്രാഷ് പ്രോഗ്രാമിലും ഞങ്ങൾ വരും. നമുക്ക് അവിടെ നിന്ന് നേരിട്ട് മീറ്റ് ചെയ്യാം. അടിപൊളിയായി പഠിക്കണം. നമുക്ക് 2024 അതിഗംഭീര വർഷമാക്കി മാറ്റണം. സോ ക്രാഷ് പ്രോഗ്രാമിന് എല്ലാവരും അഡ്മിഷൻ എടുക്കുക. നമുക്ക് കാണാം. സീ യു. ഓൾ ദി ബെസ്റ്റ്.